Hello buddies, welcome back and this is me. അപ്പോൾ guys ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നത്തിങ് ഫോൺ 2 അങ്ങനെ ഫൈനലി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നത്തിങ് ഫോൺ 2A. അപ്പോൾ അതിന്റെ ഫുൾ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ സ്കിപ്പ് ആവാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ നത്തിങ് ഫോൺ 2നെ പറ്റി എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഫോണിന്റെ സ്പെക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ലോഞ്ച് ഡേറ്റ് ഒന്ന് നോക്കി നോക്കാം. ഈ ഫോണിന്റെ February 27 ആണ് കമ്പനി ഒഫീഷ്യലി ലോഞ്ച് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കൺഫേം അല്ല എങ്കിലും ജാനുവരിയിൽ നടക്കുന്ന MWC 2024 മിക്കവാറും ഇവിടെ ഈ ഒരു നത്തിങ് ഫോൺ 2A ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ആൻഡ് സെക്കൻഡ് തന്നെ പറയേണ്ട വേറൊരു കാര്യം, ഈ ഒരു ഫോൺ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്ന കുറച്ച് കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുമ്പോൾ ഇന്ത്യ, യൂറോപ്പ് ആൻഡ് ജപ്പാൻ ആണ്. പയ്യെ ഗ്ലോബലി US മാർക്കറ്റിലും ഈ ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ഫോൺ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് വ്യൂ എന്തായാലും ഒരു ഡിസ്പ്ലേ നിന്നാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ നിന്ന് തന്നെ തോന്നാം. ഡിസ്പ്ലേ നോക്കുമ്പോൾ 6.7 ഇഞ്ചിന്റെ ഒരു AMOLED ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ 120 ഹെഡ്സിന്റെ ഒരു റിഫ്രഷ് റേറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റഡ് ആയിട്ടുള്ള അടുത്തൊരു ഭാഗത്തേക്ക് തന്നെ നോക്കാം. എന്ന് പറയുമ്പോൾ ഈ ഫോണിന്റെ ജിപ്സെറ്റിനെ കുറിച്ചാണ്. വേറെ ഒന്നുമല്ല, MediaTek Dimensity 7200 Ultra എന്ന് പറയുന്ന ഒരു ജിപ്സെറ്റ് ആണ് ഈ ഫോണിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് MediaTek Dimensity 7200 Ultra എന്ന ജിപ്സെറ്റ് അവർ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നത്തിങ് സീരീസ് അവർ കൊണ്ടുവന്ന ലൈനപ്പിൽ അവർ ഇതുവരെ കൊണ്ടുവന്ന സ്നാപ്ഡ്രാഗണിന്റെ ഒരു പ്രൊസസ്സറാണ് അവർ അവിടെ ലൈനപ്പ് സീരീസിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ MediaTek കൊണ്ടുവന്നതിന്റെ ഒരു ലക്ഷ്യമെന്ന് എനിക്ക് തോന്നുന്നത് അവർ ഒന്നെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ ആക്കാനാണ് അവരൊരു ഉദ്ദേശം, ഒരു മിഡ് റേഞ്ച് ഫോൺ ആക്കാനാണ് അവരുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും അവർ MediaTekന്റെ ഈ ഒരു പ്രൊസസ്സർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്രൊസസ്സർ കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇവൻ ഈ ഒരു ജിപ്സെറ്റിന്റെ GPU വെരി പവർഫുൾ ആണ്. ഈ ഒരു ജിപ്സെറ്റ് നമ്മൾ ലേറ്റസ്റ്റ് ജനറേഷൻ കോറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ജിപ്സെറ്റ് ആണ്. ഈ ഒരു ജിപ്സെറ്റ് നമ്മൾ കണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ ഈ 20,000 ആ റേഞ്ചിലുള്ള ഫോണിലാണ് നമ്മൾ ഈ ഒരു ജിപ്സെറ്റ് നോർമലി കണ്ടുവരുന്നത്. ക്യാമറ സൈറ്റ് ഒന്ന് നോക്കി നോക്കാം. ക്യാമറ സൈറ്റിലേക്ക് കിടക്കുമ്പോൾ ഡുവൽ ക്യാമറയാണ് വരുന്നത്. അല്ലാതെ ഓവറായിട്ട് ക്യാമറാസ് കൊണ്ട് ഫില്ല് ചെയ്ത് ഒരു കുളമാക്കുന്നില്ല. അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പ്രൈമറി ലെൻസ് നോക്കുമ്പോൾ 50 മെഗാ പിക്സലിന്റെ GN9 എന്ന് പറഞ്ഞ സാംസങ്ങിന്റെ ഒരു സെൻസറാണ് അവർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡറി ലെൻസ് നോക്കുമ്പോൾ 50 മെഗാ പിക്സലിന്റെ JN1 എന്ന് പറയുന്ന ഒരു ലെൻസാണ് അവിടെ അവർ കൊടുത്തിട്ടുള്ളത്. അൾട്രാ വൈഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഐ തിങ്ക് ഒരു നത്തിങ് ഫോണിന്റെ മുമ്പേ ഉള്ള വെർഷനിലൊക്കെ ഒരു JN1 ആണ്. നത്തിങ് ഫോൺ 1ൽ ഒരു JN1 എന്ന് പറയുന്ന ഒരു സെൻസറാണ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ക്യാമറ ഔട്ട്പുട്ടിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് നല്ലൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. കാരണം സാംസങ്ങിന്റെ സെൻസറൊക്കെ അല്ലേ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാനാണ് ചാൻസ് വളരെ കൂടുതൽ. ബട്ട് ഹൈലൈറ്റഡ് ആയിട്ടുള്ള വേറൊരു ഫീച്ചർ ഉണ്ട്. സോണിയുടെ IMX615 എന്ന് പറഞ്ഞൊരു സെൻസറാണ് അവർ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ട് ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടാണ്. മിക്ക ബ്രാൻഡ് എടുത്തു നോക്കി കഴിഞ്ഞാലും കാണാം അവർ ഫ്രണ്ട് ക്യാമറ അത്ര വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. അവർ അത്ര ഫോക്കസ് ഫോൺ ക്യാമറയിലോട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ, സാംസങ് ഒക്കെയാണ് ഇപ്പോൾ ഫോൺ ക്യാമറയ്ക്ക് എത്തിക്കൂടെ ഒരു എന്താ പറയുക ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് ആപ്പിളും അതേപോലെ തന്നെ നമ്മുടെ സാംസങ് ഒക്കെയാണ്. ഇപ്പൊ നത്തിങ് ഫോൺ അതിലിപ്പോൾ മുന്നിട്ട് നിൽപ്പുണ്ട്. ബാറ്ററി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസ്അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. ഈ ഒരു ഫോണിന്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ 5000 mAh ഒരു ബാറ്ററി ആണെങ്കിൽ വരുന്നത്. അതേപോലെ തന്നെ 30 വാട്ടിന്റെ ഒരു ചാർജർ ആണെങ്കിൽ വരുന്നത്. പക്ഷെ ബോക്സിന്റെ ഉള്ളിൽ ചാർജർ ഇല്ല. യൂഷ്വലി എല്ലാ ബ്രാൻഡുകാരും ചെയ്യുന്ന ഒരു പണിയാണ്. ഇപ്പോൾ നെക്സ്റ്റ് പ്രൈസ് റേഞ്ച് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 25 ആ റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഫോൺ ഇസ് വാല്യൂ ഫോർ മണി. MediaTek എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സർ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ജിപ്സെറ്റ് എന്തായാലും ഒരു 25,000 ആ റേഞ്ചിൽ വരുന്ന ഫോണിൽ വരുന്ന ഒരു പ്രൊസസ്സറാണ്. അതേപോലെ തന്നെ പിന്നെ ക്യാമറ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇവരിപ്പോൾ സോണിയുടെ സെൻസറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഫോൺ മിക്കവാറും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലോഞ്ച് ചെയ്യാനാണ് ചാൻസ് വളരെ കൂടുതൽ. ഒരു 25,000 ആ റേഞ്ചിൽ കിട്ടണമെങ്കിൽ ദിസ് ഫോൺ ഈസ് വാല്യൂ ഫോർ മണി. ഒന്നും നോക്കണ്ട, കണ്ണും കൂട്ടി നമുക്ക് ഈ ഫോൺ മേടിക്കാം. ഒരു നത്തിങ് ഫോൺ ഇഷ്ടമുള്ള ഒരാൾക്ക്. പിന്നെ ഇപ്പോൾ ഇതിന്റെ ബാക്കിലത്തെ ഡിസൈൻ ഒക്കെ എന്ന് പറയുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. പഴയ അവിടെ ഒരു സ്റ്റാൻഡേർഡ് അവരൊരു നത്തിങ് എന്ന് അറിയിക്കുന്ന ഒരു ഡിസൈൻ അവർ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. നോർമലി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. അവരുടെ ഒരു ഹൈലൈറ്റഡ് ഡിസൈൻ അവർ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ ഇവിടെ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇതേപോലത്തെ വീഡിയോസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, വേറെ ഒന്നും പറയില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ദിസ് ഈസ് മീ അതുൽ സൈനിങ് ഔട്ട്.